അടുത്തത് ചതിച്ചതുപോലെ. മതി, ചതിച്ചതുപോലെ. അപ്പൊ സർപ്പം ഉപായത്താൽ ഹവ്വയെ എന്ത് ചെയ്തു? ചതിക്കുകയായിരുന്നു. ചതി, അബദ്ധം പറ്റി. ആർക്ക്? ഹവ്വയ്ക്ക് അബദ്ധം പറ്റി. ആദാമിന് അബദ്ധം പറ്റി, ചതിയിൽപ്പെട്ടു. ചതിയിൽപ്പെടുകയാണ്. എന്നും സാത്താൻ തന്നെ ചതിയനാണ്, വഞ്ചകനാണ്. മനുഷ്യ കുലത്തെ മുഴുവൻ എന്ത് ചെയ്യാണ്? ചതിച്ചിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യനെ അടിമകളാക്കുകയും മനുഷ്യനെ സാത്താന്യ ശക്തിയിലേക്ക് എന്ത് ചെയ്യാണ്? നയിക്കുകയും ചെയ്യാണ്. സാത്താന്യ ശക്തിയിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ് ആരുടെ പണി? പിശാചിന്റെ പണി. അപ്പൊ ചതിക്കുകയാണ്. വേറൊരു ഭാഗത്തെ വായിക്കുന്നു, അവരെ വഞ്ചിച്ച പിശാചും സാത്താനും ആയുധമണ്ടയ്ക്ക് എന്ത് ചെയ്യാം? ചങ്ങല കിടന്ന വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ അവരെ വഞ്ചിച്ച, അവിടെ എന്ത് ചെയ്യാണ്? പിശാച് ആരാണ്? വഞ്ചക അല്ലെ? വഞ്ചക സാത്താനെ ബന്ധിക്കണമെന്ന അല്ലെ? അപ്പൊ അവരെ വഞ്ചിക്കുകയാണ്. അപ്പൊ മനുഷ്യരെ വഞ്ചിക്കുന്ന പണിയാണ് ആര്? സാത്താന്. അവൻ ഉപയോഗിച്ചിട്ടുണ്ട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താണ്. എന്ത് വാഗ്ദാനമാണ്? മോഹന വാഗ്ദാനങ്ങൾ. എന്താ ഈ മോഹന വാഗ്ദാനം എന്ന് പറയുന്നത്? വളരെ ആകർഷണീയമാണ് അല്ലെ? പക്ഷെ അതിൽ നിന്ന് നേടാനും പറ്റത്തില്ല. ആകർഷണീയമാണ്, ഏത് കണ്ണുകളെയും കണ്ണഞ്ചിപ്പിക്കുന്നതാണ്, ഹൃദയങ്ങൾ എന്ത് ചെയ്യാണ്? വശീകരിക്കുന്നതാണ്, ഏത് മനുഷ്യനെ ചലിപ്പിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങളാണ്. പക്ഷേ അതില്ല, നേടാൻ കഴിയില്ല അല്ലെ? ചില കുട്ടികൾ പ്രകാരമുണ്ട്. അവരെന്താണ് ഈ കുട്ടികള് ടൂറായിട്ടോ അല്ലെങ്കിൽ വഴിയാത്രയൊക്കെ പോകുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ട്. എന്ത് പഞ്ഞുമിഠായി കേട്ടില്ലേ? പഞ്ഞുമിഠായി കണ്ടാൽ എന്തുണ്ട്? വെള്ള കളറ്, മഞ്ഞ കളറ്, ചുവപ്പ് കളറ്, പല പല കളറുകളിൽ നല്ല വലിപ്പത്തിലിരിക്കും. എന്ത്? പഞ്ഞുമിഠായി. അത് 5 രൂപയോ 10 രൂപയോ എത്ര രൂപയാണെങ്കിൽ അത് വാങ്ങി വായിലിട്ട് കഴിഞ്ഞെന്ത് ചെയ്യും? ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ അത് അവസാനിക്കും. ഇതാണ് സാത്താന്റെ വഞ്ചന. ഏദൻ പരദേശിയില് ദൈവം അവർക്ക് കൊടുത്ത പദവി അനുഗ്രഹങ്ങളെല്ലാം ആകർഷം മുമ്പിൽ വെച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ആരും നശിപ്പിച്ചു കളഞ്ഞു. സാത്താൻ അവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ആ അനുഗ്രഹത്തിൽ നിന്ന് തള്ളിയിട്ട് കളഞ്ഞു. അന്ന് മുതൽ അറിയാം, നമുക്കറിയാം, മനുഷ്യകുലത്തിന് മുഴുവൻ എന്ത് വന്നു? ശിക്ഷ വന്നു അല്ലെ? അവന്റെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റുകുറ്റങ്ങളുടെ മേലുള്ള ശിക്ഷകൾ, ആ ഒന്നുകൂടെ പറഞ്ഞാൽ യാതനകൾ. എന്താണ് യാതനകൾ? മനുഷ്യനെ അനുഭവിക്കേണ്ടി വന്നു അല്ലെ? കാൽനത്തെ കിണറ്റിൽ വീണാൽ അല്ലെങ്കിൽ കിണറ്റിലേക്ക് ആരെങ്കിലും തള്ളിയിട്ടാൽ എന്ത് ചെയ്യാം? 2 കാര്യം ചെയ്യണം. ഒന്ന്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കണം അല്ലെ? അത് പിന്നെ രക്ഷപ്പെടുത്തുവാൻ വരുന്ന ആളെ വിശ്വസിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ തയ്യാറാകണം. ഇപ്പോൾ മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന ഒരേയൊരു കുറ്റമുള്ളൂ. എന്താണ്? മനുഷ്യന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഏകൊരു കുറ്റം, ദൈവം അയച്ച ദൈവപുത്രനായ യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ് അവന്റെ മേലുള്ള കുറ്റം. വേറൊരു കുറ്റവുമില്ല. കാരണം യേശുക്രിസ്തുവിൽ പൂർണ്ണ പാപമോചനമുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ന്യായവിധി അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം
17 വാക്യം. രക്ഷിക്കുവാനത്രേ. അവരിൽ വിശ്വസിക്കുന്നവരെന്തില്ല? ന്യായവിധി ഇല്ലെന്നേ. അവൻ വിശ്വസിക്കുന്നവന് ശിക്ഷാവധി ഇല്ലെന്ന്. ഹല്ലേലൂയ. അവ യേശു വിശ്വസിക്കുന്നവന് ശിക്ഷാവധി ഇല്ല. അവ യേശുവിനെ വിശ്വസിക്കാത്തതാണ് ഈ ന്യായവിധി. വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് ന്യായവിധി. യേശുവിനെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാത്താൻ പരിശ്രമിക്കുന്നത്. സകല തന്ത്രവും സകല ശക്തി ഉപയോഗിച്ച് പോരാടുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിനെ വിശ്വസിക്കാതിരിക്കുവാൻ. യേശുവിനെ വിശ്വസിക്കാതിരിക്കുവാൻ. യേശു പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി മരിച്ചുവെന്നും യേശു സഹിക്കാൻ നൽകുന്നവനെന്നും യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു മടങ്ങി വരുമെന്നും യേശു ഹല്ലേലൂയ ആ മേഖല എല്ലാത്തിനും പരിഹാരമാണെന്നും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി രാപ്പകൽ ഊടാടി മനുഷ്യന്റെ ഉള്ളത്തിൽ സംസാരിച്ച് അവരെ വഞ്ചിക്കുന്നതാണ് ആരുടെ പണി? സാത്താന്റെ. അതിനു വേണ്ടി എന്ത് തന്ത്രം അല്ലെ? യേശു വിപ്ലവകാരിയാന്ന് പറയും, യേശു ഒരു മനുഷ്യനാന്ന് പറയും, മനുഷ്യൻ മാത്രമാണെന്ന് പറയും അല്ലെ? യേശു ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പറയും, യേശു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയും അല്ലെ? യേശു ഒരു മതസ്ഥാപകനാണെന്ന് പറയും, യേശു ഒരു നല്ല മനുഷ്യനാണെന്ന് പറയും. പക്ഷേ യേശുവിന്റെ ജീവനുള്ള ദൈവപുത്രൻ ആ മേഖലയെ ദൈവമാണെന്ന്, ആമേ സത്യ ദൈവമാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അനേക വ്യാജ തന്ത്രങ്ങൾ, ആമേ അനേക വ്യാജ മാർഗങ്ങൾ പിശാച് ഉപയോഗിക്കുകയാണ് അല്ലേ? യേശുവിനെ കുറിച്ച് അന്നത്തെ കാലങ്ങളിലെ ആളുകൾ എന്താ പറഞ്ഞത്? മത്തായി സുവിശേഷം 16 അധ്യായം അതിന്റെ 12 മുതൽ വാക്യം വായിച്ച്. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് നമ്മൾ ഗ്രഹിച്ചു. യേശു ഫിലിപ്പോസിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആളുകളുടെ ഉള്ളിൽ യേശുവിനെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട്, ചിന്താഗതി എന്താണെന്ന് ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്. അപ്പൊ ചിലർ കർത്താവേ അങ്ങയെ കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങ് യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നു അങ്ങ് ഏലിയാവ്, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയൊരു പ്രവാചകനാണ് ഏലിയാവ് അല്ലെ? അപ്പൊ ഏലിയാവാണെന്ന്, കാരണം മരണം കാണാതെ എടുക്കപ്പെട്ടവനാണ്. ഏലിയാവിന്റെ കാലത്ത് മരിച്ചവരെഴുന്നേറ്റു അല്ലെ? രോഗിയെ സൗഖ്യമായി. അതെ, ഏലിയാവിന്റെ കാലത്ത് വന്നിട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നു. അവ ഏലിയാവാണെന്ന് ചിലർ പറയുന്നു. വലിയൊരു കാര്യം. എന്നിട്ട് വേറെ ചിലർ പറയുന്നു അതെ കർത്താവേ ആമേ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി അവരുടെ പ്രവാസത്തെയും മടങ്ങിയവരെ കുറിച്ച് പ്രവചിച്ച മഹാനായ പ്രവാചകനായി യിരെമ്യാവാണെന്ന് പറയുന്നവരുണ്ട്. വേറെ കൂട്ടം പറയുന്നത് അങ്ങ് പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ മോശയെ പോലുള്ള പ്രവാചകൻ. അപ്പൊ നിങ്ങളെ എന്നെ കുറിച്ച് അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ എത്ര വർഷമായിട്ട് നടക്കുക? ഒരു 3-3.5 വർഷമായിട്ട് എന്റെ കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ ചോദിക്കുക. അപ്പോൾ ശിഷ്യന്മാരിൽ എടുത്തിച്ചാട്ടക്കാരനായ ശീമോൻ പത്രോസ്, എടുത്തിയാട്ടക്കാരനാണ്. എന്തിനും എടുത്തിയാടുന്നവരാണ് ആര്? ശീമോൻ പത്രോസ് ഇവിടെ എടുത്തിയാടി. ശീമോൻ പത്രോസ് എടുത്തിയാടി. എന്താണ് ശീമോൻ പത്രോസ് പറയാൻ ധൈര്യം ഉണ്ടായത്? അവന്റെ അകത്ത് എന്തോ ഉണ്ട്.
നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു. ക്രിസ്തു എന്ന വാക്കിനർത്ഥം അയക്കപ്പെട്ട മശിക, അഭിഷിക്തനായ രക്ഷകൻ അല്ലേ എന്ന് പറഞ്ഞാൽ അതുണ്ട് ദൈവമാണ് അല്ലെ, ജീവനുള്ള ദൈവമാണ്. യേശു അവനോട് പറയും, ബെറയോനായ ശീമോനെ, യോനയുടെ മകനായ യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ. എന്താണ് ഇവനെ പറഞ്ഞതുകൊണ്ടല്ല, ഇവന്റെ അകത്തുണ്ട് ഒരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു നീ ഭാഗ്യവാൻ. അപ്പോൾ ഇത് മനുഷ്യരല്ല, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ ദൈവം തന്നെ നിനക്കിത് വെളിപ്പെടുത്തി.